സ്വന്തമായി വീട് പണിയുമ്പോൾ ഒരു സ്റ്റോർ റൂം ഉൾപ്പെടുത്തണം എന്നുള്ളത് എൻ്റെ ഒരു നിർബന്ധമായിരുന്നു. നമ്മൾ എത്രയൊക്കെ മൂടി കൂട്ടി കിട്ടാവുന്ന മാക്സിമം സ്റ്റോറേജ് സ്പേസും കൊടുത്ത് കിച്ചൺ ഡിസൈൻ ചെയ്താലും നമുക്ക് റഫായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ടെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും. സ്ക്വയർ ഫീറ്റ് മാക്സിമം കുറച്ച് ചെയ്യണം എന്നുള്ളതുകൊണ്ട് മാത്രമല്ല, വീട്ടിൽ ഉപയോഗമില്ലാത്ത ഒരു ചെറിയ ഏരിയ പോലും ഉണ്ടാവരുത് എന്ന നിർബന്ധമുള്ളത് കൊണ്ട് കൂടിയാണ് സ്റ്റെയറിന് താഴെ സ്റ്റോറേജ് സ്പേസ് നൽകിയത്. സ്റ്റെയറിന്റെ ഫസ്റ്റ് ഫ്ലൈറ്റിന് താഴെയാണ് ഈ സ്റ്റോർ റൂം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു ഷേപ്പിലിരിക്കുന്നത്. ടോട്ടൽ 12 സ്റ്റെപ്സിന് ശേഷമാണ് സ്റ്റെയർ കേസ് ലാൻഡിംഗ് വരുന്നത്. 15 സെന്റിമീറ്ററാണ് ഇതിന്റെ റൈസർ കൊടുത്തിട്ടുള്ളത്, സ്റ്റെയർ കേസ് റൈസർ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 1.8 മീറ്ററാണ് സ്റ്റോർ റൂമിന്റെ മാക്സിമം ഹൈറ്റ് വരുന്നത്. 33 സെന്റിമീറ്റർ വീതിയിലാണ് 3 തട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. GI പൈപ്പ് യൂസ് ചെയ്തിട്ടാണ് അതിന്റെ ഫ്രെയിം വർക്ക് ചെയ്തിരിക്കുന്നത്. കോർണറിൽ വരുന്ന പോർഷൻ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും. സ്റ്റോർ റൂം ഓർഗനൈസ് ചെയ്തിരിക്കുന്ന രീതി ആരും ശ്രദ്ധിക്കേണ്ട, കാരണം റഫ്യൂസ് ഉദ്ദേശിച്ച് തന്നെയാണ് ഇങ്ങനെ ഒരു സ്പേസ് കൊടുത്തിട്ടുള്ളത്. കിച്ചൺ അല്ലെങ്കിൽ വർക്ക് ഏരിയയോട് ചേർന്ന് തന്നെ ഇങ്ങനെ ഒരു സ്റ്റോർ റൂം നൽകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ നമുക്കത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുള്ളൂ. എൻ്റെ അടുത്ത് പ്ലാൻ വരയ്ക്കാൻ വരുന്ന ക്ലയൻസിൻ്റെ അടുത്ത് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ഒരു നില വീടാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും സ്റ്റെയറിന് വേണ്ടി അനാവശ്യമായിട്ട് സ്പേസ് കളയരുത് എന്നുള്ളത്. സ്റ്റെയറിന് താഴെ വരുന്ന ഭാഗം മാക്സിമം ഉപയോഗപ്പെടുത്തുന്ന